സ്പൈസ് ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന കർണാടക സ്പെഷ്യൽ പുളിയോഗരെ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ പുളി എടുക്കുക. ഇനി ഒരു പാനിലെ തേങ്ങയും ഉലുവയും ഇട്ട് ഒരു 3-4 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത എള്ളും ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഫ്രൈ ചെയ്യുക. ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ല പാകത്തിന് അരച്ചെടുക്കാം. ഇനി ഒരു പാനില് എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് പുളി ചേർക്കാം. ഈ പുളിവെള്ളം കുറുകി കട്ടിയാകുന്നത് വരെ 4-5 മിനിറ്റ് പാകം ചെയ്യണം. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത ചേരുവകൾ ചേർക്കാം. അല്പം രസപ്പൊടിയും ശർക്കരയും ചേർക്കുക. ഇനി എല്ലാ ചേരുവകളും 5 മുതൽ 8 മിനിറ്റ് വരെ പാകം ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് ഇത് കിട്ടണം. ഇനി വേറെ ഒരു പാനില് അല്പം എണ്ണ എടുക്കുക. കായം, കടുക്, ഉഴുന്ന്, പൊട്ടുകടല, നിലക്കടല എന്നിവയിട്ട് ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില, ചുവന്ന മുളക് എന്നിവയും ഇട്ട് വഴറ്റുക. അടുത്തതായി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അടുത്തതായി വേവിച്ച അരിയും ചേർത്തിളക്കാം. റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന റൈസ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രം ആഡ് ചെയ്യുക. അല്പം ഉപ്പ് കൂടി ഇടുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. വിളമ്പുന്നതിന് മുൻപ് ഒന്നുകൂടെ നന്നായി ഇളക്കിയതിനു ശേഷം വിളമ്പുന്നതാണ് നല്ലത്. കർണാടക സ്പെഷ്യൽ പുളിയോഗരെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഈ വ്യത്യസ്തമായ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചയ്ക്ക് ലഞ്ചിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.